സോ ചെബിഷേവ് ഫിൽറ്റർ ഡിസൈൻ അതിന്റെ സ്റ്റെപ്സ് നമ്മൾ നോക്കി അതിന്റെ ഒരു പ്രോബ്ലം ആണ് എഴുതിയിട്ടുള്ളത്. ഡിസൈൻ എ ചെബിഷേവ് ഫിൽറ്റർ ഫോർ ദി given specifications using bilinear transformation and impulse invariance method. അപ്പോൾ അതൊരു ഡിജിറ്റൽ ഫിൽറ്റർ ഡിസൈൻ ആണെന്ന് മനസ്സിലാക്കാം. തന്നേക്കുന്നതൊക്കെ ഡിജിറ്റൽ സ്പെസിഫിക്കേഷൻസ് ആണ്. സോ സ്പെസിഫിക്കേഷൻസ് ഇത് നമുക്ക് എന്തൊക്കെ കിട്ടും? ഇതെന്താണ്? ഒമേഗ പി, ദിസ് ഇസ് ഒമേഗ എസ്. അതേപോലെ ഈ വാല്യൂം കിട്ടും, ഈ വാല്യൂം കിട്ടും. 1 plus epsilon square 1 by root of 1 plus lambda square. അപ്പം ക്വസ്റ്റ്യനിൽ കിട്ടുന്ന വാല്യൂസ് എടുത്ത് എഴുതുക. ഒമേഗ പി ഇസ് ഈക്വൽ ടു 0.25, ഒമേഗ എസ് ഇസ് ഈക്വൽ ടു 0.65, then 1 by root of 1 plus epsilon square is equal to 0.8 and 1 by root of 1 plus lambda square is equal to 0.2. then ഇത് സോൾവ് ചെയ്യുക. ഇതിൽ നിന്ന് എപ്സിലോണിന്റെ വാല്യൂ കിട്ടുന്നത് 0.75 ആണ് ആൻഡ് ലാംഡ വിൽ ബി ഈക്വൽ ടു 4.899. സോ അത്രയും വാല്യൂസ് കിട്ടിക്കഴിഞ്ഞു. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? നമുക്ക് ഫിൽറ്റർ ഏത് മെത്തേഡിലാണ് റിയലൈസ് ചെയ്യുന്നത് ആദ്യമേ നോക്കാം. ഫസ്റ്റ് നമുക്ക് ബൈലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണ് ചെയ്യേണ്ടതെങ്കിൽ അതെടുത്ത് എഴുതുക. ബൈലീനിയർ ട്രാൻസ്ഫോർമേഷൻ. അതിലാദ്യം എന്താ ചെയ്യണ്ടേ? നമ്മൾ നേരത്തെ ബട്ടർവർത്ത് ചെയ്ത പോലെ തന്നെ ഫ്രീക്വൻസീസ്, അനലോഗ് ഫ്രീക്വൻസീസ് കണ്ടുപിടിക്കുക. സോ ഓം പി ആൻഡ് ഓം എസ് കാൽക്കുലേറ്റ് ചെയ്യുക. ഓം പി എന്താണ്? 2/t tan of omega p by 2 and ohm s is 2/t tan of omega s by 2. അപ്പോൾ ആദ്യം തന്നെ ഏത് മെത്തഡാണെന്ന് നോക്കിയിട്ട് ഈ ഒരു ഫ്രീക്വൻസി ട്രാൻസ്ഫോർമേഷൻ ചെയ്യാം. t 1 സെക്കൻഡ് ആണ് തന്നിട്ടില്ല, സോ 1 സെക്കൻഡ് ആയിട്ട് എടുക്കാം. സോ ഒമേഗ പി ഇവിടെ 0.25 തന്നിട്ടുണ്ട്, ഒമേഗ എസ് 0.65 തന്നിട്ടുണ്ട്. വാല്യൂ വിൽ ബി ഈക്വൽ ടു കിട്ടുന്നതെന്ന് പറയുന്നത് ഓം പി ഇസ് ഈക്വൽ ടു 0.6498 and ohm s is equal to 2.752. So analog frequencies ആയി, lambda epsilon value ആയി. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഓർഡർ ഓഫ് ദി ഫിൽറ്റർ കാൽക്കുലേറ്റ് ചെയ്യാം. സോ ചെബിഷേവ് ഫിൽറ്ററിൽ ഓർഡർ ഓഫ് ദി ഫിൽറ്ററിന്റെ ഇക്വേഷൻ എന്താണ്? n should be greater than or equal to cos h inverse of lambda by epsilon divided by cos h inverse of ohm s by ohm p. So അതിന്റെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. cos h inverse of lambda value is 4.899 divided by epsilon എത്രയാണ്? 0.75 divided by cos h inverse of ohm s 2.752 divided by ohm p is 0.6498. 0.6498 വാല്യൂ കിട്ടുന്നത് 1.208 ആണ്. സോ അപ്രോക്സിമേറ്റഡ് ടു നെക്സ്റ്റ് ഹയർ ഇൻറ്റിജർ 2. അപ്പം ഓർഡർ ഓഫ് ദി ഫിൽറ്റർ എന്ന് പറയുന്നത് എന്താണ്? 2 ആയിട്ട് കിട്ടി. ഇനി എന്താണ് സ്റ്റെപ്സിൽ പറഞ്ഞത്? നമുക്ക് കുറച്ച് കോൺസ്റ്റൻസ് വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ അതിന് എ കണ്ടുപിടിക്കണം, ബി കണ്ടുപിടിക്കണം. എ ആൻഡ് ബി വാല്യൂസ് കിട്ടണമെങ്കിൽ അതിന് നമുക്ക് മ്യൂ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. മ്യൂ വേണമെങ്കിൽ നമുക്ക് എപ്സിലോൺ വേണം. എപ്സിലോൺ നമ്മുടെ കയ്യിലുണ്ട്, അത് വെച്ചിട്ട് ഫസ്റ്റ് മ്യൂ കണ്ടുപിടിക്കാം. മ്യൂ ഇസ് ഈക്വൽ ടു എപ്സിലോൺ റേസ് ടു -1 പ്ലസ് റൂട്ട് ഓഫ് 1 പ്ലസ് എപ്സിലോൺ റേസ് ടു -2. സോ എപ്സിലോണിന്റെ വാല്യൂ എത്രയാണ്? 0.75 ആണ്. സോ 0.75 raised to -1 plus root of 1 plus 0.75 raised to -2. The value is 3. mu കിട്ടുന്നത് 3 ആണ്. സോ mu കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എയും ബിയും കാൽക്കുലേറ്റ് ചെയ്യാം. എ ഈസ് ഈക്വൽ ടു ഓം പി ഇൻറ്റു
mu raised to 1 by n minus mu raised to minus 1 by n divided by 2. B is equal to OP into mu raised to 1 by n plus mu raised to minus 1 by n by 2 ആണ്. സോ മ്യൂവിൻ്റെ വാല്യൂ 3 ആണ്. ഓം പി വാല്യൂ നമുക്കറിയാം. സോ അത് രണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് വാല്യൂ കിട്ടുന്നത് 0.3752 ആൻഡ് ബി ഈസ് ഈക്വൽ ടു 0.75. സോ വാല്യൂസ് കാൽക്കുലേഷൻ കുറച്ചുണ്ട്. കാൽക്കുലേഷൻ കറക്റ്റായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചെയ്യേണ്ടി വരും. ദെൻ ഇത്രയും വാല്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പോൾസ് ആണ് കണ്ടുപിടിക്കാനുള്ളത്, അല്ലെങ്കിൽ എച്ച് ഓഫ് എസിന്റെ റൂട്ട്സ് ആണ് കണ്ടുപിടിക്കാനുള്ളത്. അതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? എസ് കെ ഈസ് ഈക്വൽ ടു എ ഇൻറ്റു കോസ് 5k പ്ലസ് ജെ ബി സൈൻ 5k എന്നാണ്. കെ വെരീസ് ഫ്രം 1 to n ആണ്. ഞാൻ പ്രീവിയസ് വീഡിയോയിൽ അതിന്റെ സ്റ്റെപ്സ് പറഞ്ഞപ്പോൾ ഇത് 0 തൊട്ടാണ് പറഞ്ഞതെന്ന് തോന്നുന്നു. അത് മിസ്റ്റേക്ക് ആണ്. 0 തൊട്ടല്ല, 1 തൊട്ടാണ് കെയുടെ വാല്യൂ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഇവിടെ എന്നിന്റെ വാല്യൂ 2 ആണ്. അപ്പോൾ കെ വാല്യൂസ് എന്ന് പറയുന്നത് 1ഉം വരും 2ഉം വരും. അപ്പോൾ നമുക്ക് S1 വേണം, S2 വേണം. അതിന് നമുക്ക് ആദ്യം എന്ത് വേണം? എയും ബിയും അറിയാം, 5k വേണം അല്ലേ? S1ൽ 5-1ഉം S2ൽ 5-2ഉം വേണം. സോ അതിന് 5kയുടെ ഇക്വേഷൻ എഴുതാം. 5k is equal to pi by 2 plus 2k minus 1 into pi by 2n എന്നാണ്. അതിൽ 5-1 എന്ത് വരും? pi by 2 plus k is equal to 1 വരും. സോ 2 minus 1 1 pi by 4 എന്ന് വരും. അതേപോലെ pi 2 is equal to എന്ത് വരും? pi by 2 plus 4 2 into 4 minus 1 3 pi by 4 എന്ന് വരും. സോ 5-1 5-2 കിട്ടി. അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഈ വാല്യൂസ് കണ്ടുപിടിക്കുക. S1 S2 കുറച്ച് കാൽക്കുലേഷൻസ് കൂടുതൽ വരുന്ന ഒരു സ്റ്റെപ്പാണ്. സോ എയുടെ വാല്യൂ 0.3752 cos 5-1 is 0.75 pi plus j ബിയുടെ വാല്യൂ 0.75 sin 5k, that is 5.75 pi. അതേപോലെ S2 എന്ത് വരും? 0.3752 cos 1.25 pi plus j 0.75 sin 1.25 pi. സോ ഇത് കാൽക്കുലേറ്ററിൽ ചെയ്യുക. ചെയ്ത് കിട്ടുമ്പോൾ വരുന്ന ആൻസർ എന്ന് പറയുന്നത് S1 is equal to minus 0.2653 plus j 0.53 and S2 is equal to minus 0.2653 minus j 0.53. അപ്പോൾ കോൺജുഗേറ്റ് ആയിട്ടാണ് രണ്ട് റൂട്ട്സ് വരുന്നത്. അപ്പോൾ രണ്ട് റൂട്ട്സ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എച്ച് ഓഫ് എസിന്റെ ഡിനോമിനേറ്റർ എഴുതാം. ഡിനോമിനേറ്റർ എങ്ങനെ എഴുതുന്നത്? ഡിനോമിനേറ്റർ ഓഫ് എച്ച് ഓഫ് എസ് എന്ന് പറയുന്നത് എസ് മൈനസ് S1 ഇൻറ്റു എസ് മൈനസ് S2 ആണ്. സോ എസ് മൈനസ് S1 എന്ന് പറയുമ്പോൾ മൈനസ് 0.2653 പ്ലസ് ജെ 0.53. സോ എസ് മൈനസ് S1 ഇൻറ്റു എസ് മൈനസ് S2 മൈനസ് 0.2653 മൈനസ് ജെ 0.53. ഇതും കാൽക്കുലേറ്ററിൽ ചെയ്ത് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് S² പ്ലസ് 0.5306s പ്ലസ് 0.3516. ഇതാണ് ഡിനോമിനേറ്റർ ഓഫ് എച്ച് ഓഫ് എസ് എന്ന് പറയുന്നത്. സോ ഡിനോമിനേറ്റർ കിട്ടിയാൽ നമുക്ക് ന്യൂമറേറ്റർ കണ്ടുപിടിക്കാം. അതിൽ നിന്ന് തന്നെയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം അതിന് എൻ്റെ വാല്യൂ നോക്കുക. n ഈവൻ ആണ് ഇവിടെ. സോ ഈവൻ ആണെങ്കിൽ എന്താ ചെയ്യാൻ പറഞ്ഞത്? ഈ ഡിനോമിനേറ്ററിൽ എസിന് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ആ കിട്ടുന്ന വാല്യൂവിനെ 1/√(1 + ε² കൊണ്ട് ഡിവൈഡ് ചെയ്യുക. n ഓഡാണെങ്കിലോ എസിന്
0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, കിട്ടുന്ന റിസൾട്ട് എടുത്തെഴുതുക. അപ്പോൾ ഇവിടെ n-ന്റെ വാല്യൂ 2 ആണ്, ഈവൻ ആണ്. സോ ആദ്യം പുട്ട് s is equal to 0 ഇൻ ന്യൂമറേറ്റർ. നമുക്കിപ്പം കിട്ടിയ ന്യൂമറേറ്ററിൽ s-ന് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് കിട്ടും? ഈ രണ്ട് വാല്യൂം 0 ആയി പോകും. ബാക്കി വരുന്നത് 0.3516. അപ്പോൾ n ഓഡ് ആണെങ്കിൽ ഈ വാല്യൂ മാത്രമായിരിക്കും ന്യൂമറേറ്ററിൽ വരുന്നത്. n ഈവൻ ആയതുകൊണ്ട് ഇതിനെ 1√1 പ്ലസ് എപ്സിലോൺ സ്ക്വയർ കൊണ്ട് കൂട്ടി ഡിവൈഡ് ചെയ്യുക. ദറ്റ് ഈസ് 0.3516 ഡിവൈഡഡ് ബൈ √1 പ്ലസ് എപ്സിലോണിന്റെ വാല്യൂ 0.75 ആണ് സ്ക്വയർ. സോ അതിന്റെ വാല്യൂ കിട്ടുന്നത് 0.28 എന്നാണ്. അപ്പൊ അതായിരിക്കും എന്ത് ന്യൂമറേറ്റർ ഓഫ് ദി ഫൈനൽ അനലോഗ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ. സോ h of s is equal to എങ്ങനെ എഴുതാം? 0.28 ഡിവൈഡ് ബൈ, ഇതാണ് ഡിനോമിനേറ്റർ, 0.28 ഡിവൈഡ് ബൈ s സ്ക്വയർ പ്ലസ് 0.5306s പ്ലസ് 0.3516. സോ ഇതാണ് അനലോഗ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ. അപ്പൊ ഇനി എന്ത് ചെയ്യാം? നമുക്ക് ബൈലീനിയർ ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. സോ ബൈലീനിയർ ട്രാൻസ്ഫോർമേഷനിൽ എസിന് പകരം 2/t ഇൻറ്റു 1 മൈനസ് z റേസ് ടു മൈനസ് 1/1 പ്ലസ് z റേസ് ടു മൈനസ് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ ഇതിൻ്റെ അകത്ത് എസിന് പകരം ഈ വാല്യൂ കൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സോൾവ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഫൈനൽ h of z കിട്ടുന്നത്. സോ അതിൻ്റെ വാല്യൂ കിട്ടുന്നത് 0.052 ഇൻറ്റു 1 പ്ലസ് z റേസ് ടു മൈനസ് 1 the whole square divided by 1 minus 1.3480 z raised to minus 1 plus 0.608 z raised to minus 2. അപ്പോൾ ഇതാണ് ഫൈനൽ ആൻസർ. സോ ഇതിൽ നിന്ന് ഈ സ്റ്റെപ്പ് വരെ എത്താൻ ടൈം നോക്കുക. നമുക്ക് ഓൾറെഡി ഇത് ടൈം കൺസ്യൂമിങ് പ്രോബ്ലം ആണ്. അപ്പോൾ ലാസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾക്ക് പറ്റുന്നിടത്തോളം സോൾവ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. ഏറ്റവും ഫൈനൽ സൊല്യൂഷനിൽ എത്തിയാൽ അത്രയും നല്ലത്. ഇൻ കേസ് ടൈം ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഒരു സ്റ്റെപ്പും കൂടി ചെയ്തെങ്കിലും നിർത്തണം. സബ്സ്റ്റിറ്റ്യൂഷൻ മസ്റ്റ് ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രമേ h of z ആകുള്ളൂ. സോ അത് സോൾവ് ചെയ്യുന്നത് ടൈം അനുസരിച്ച് മാക്സിമം ചെയ്യാൻ പറ്റുന്ന അത്രയും ചെയ്യാം. സോ ഇത്രയാണ് നമുക്ക് ബൈലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണ് ചോദിക്കുന്നതെങ്കിൽ ചെയ്യാനുള്ളത്. അപ്പോൾ ബട്ടർവർത്ത് വെച്ച് നോക്കിയാൽ കമ്പാരിറ്റീവ്ലി ടൈം കൺസ്യൂമിങ് ആണ്, കാൽക്കുലേഷൻസ് കൂടുതലാണ്. സോ നമുക്കൊരു ബട്ടർവർത്ത് കിട്ടുകയാണെങ്കിൽ, ഡയറക്റ്റ് കിട്ടുകയാണെങ്കിൽ അത് പ്രിഫർ ചെയ്യുന്നതാണ് നല്ലത്. ഇൻ കേസ് അത് ഇൻഡയറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ചോദിച്ചാൽ നമുക്കൊരു ബാക്കപ്പ് എന്ന നിലയ്ക്കാണ് ആ മൊഡ്യൂളിൽ നിന്ന് ചെബിഷേവ് ഫിൽറ്ററും പഠിക്കണം എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് പ്രോബ്ലം, ചെബിഷേവ് അല്ലെങ്കിൽ ബട്ടർവർത്ത്, രണ്ടിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ ഷുവറാണ്. അപ്പോൾ എസ് എ ക്വസ്റ്റ്യനിൽ ഒന്നിൽ അത് അല്ലെങ്കിൽ ഇത്. അപ്പോൾ രണ്ടിനെയും ഡയറക്റ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഷുവറായിട്ട്. ഇപ്പോൾ ഈ സ്റ്റെപ്സ് രണ്ടിൻ്റെയും ഡയറക്റ്റ് സ്റ്റെപ്സ് വെച്ചിട്ടുള്ള പ്രോബ്ലം എന്തായാലും പഠിച്ചു വെക്കുക. നിങ്ങൾക്ക് ചെയ്ത് കിട്ടും. വാല്യൂസിൽ ചെറിയ വേരിയേഷൻ ഒക്കെ ആണെങ്കിലും ഒന്നും കുഴപ്പമില്ല. കാൽക്കുലേഷൻസ് തെറ്റാതെ ചെയ്തു പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫൈനൽ ആൻസർ കിട്ടും. അപ്പോൾ ഷെയർ സ്റ്റെപ്സ് ടൈം കൺസ്യൂമിങ് ആണ്. സോ അതിനനുസരിച്ച് ചെയ്ത് പഠിക്കുക. ചെയ്ത് പഠിച്ചാൽ മാത്രമേ നമുക്ക് ടൈമിനനുസരിച്ച് ഇത് ചെയ്ത് തീർക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ മൊഡ്യൂളിലെ മെയിൻ ആയിട്ട് ടോപ്പിക് ഇതാണ്, ബട്ടർവർത്തും ഷെബിഷേവും. അപ്പോൾ ഇതിൽ അനലോഗാണ് ചോദിക്കുന്നത്, നമുക്ക് കുറച്ചുകൂടി എളുപ്പമാണ്. നമുക്ക് h of s വരെ കണ്ടുപിടിച്ചാൽ മതി. അങ്ങനെയും ചോദിക്കാം, ബട്ട് കൂടുതലും ചോദിക്കുന്നത് h of z ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് അത്രയും സ്റ്റെപ്സ് എടുത്ത് ചെയ്താലേ കംപ്ലീറ്റ് ആൻസർ കിട്ടുള്ളൂ. അപ്പോൾ ഈ ക്വസ്റ്റിനെ തന്നെ നമുക്ക് എ പാർട്ടാണ് ബൈലീനിയർ, ഇതിന്റെ ബി പാർട്ട് ഇമ്പൾസ് ഇൻവേരിയൻസ് ചോദിച്ചിട്ടുണ്ട്. ബട്ട് എക്സാമിന് ഇത് രണ്ടും കൂടി ഒരുമിച്ച് ചോദിക്കില്ല. ഏതെങ്കിലും ഒരു മെത്തേഡായിരിക്കും 10 മാർക്കിന് ചോദിക്കുന്നത്. രണ്ടും കൂടി ഒരുമിച്ച് ചെയ്യാനുള്ള ടൈം 10 മാർക്ക് ക്വസ്റ്റ്യനിൽ ഉണ്ടാവില്ല. അപ്പോൾ ഏതെങ്കിലും ഒരു മെത്തേഡ്, ഞാനിത് രണ്ടും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഒറ്റ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. അപ്പോൾ ഇമ്പൾസ് ഇൻവേരിയൻസ് ആണ് നമുക്ക് സെക്കൻഡ് ആയിട്ട് ചെയ്യാനുള്ളത്. ഇമ്പൾസ് ഇൻവേരിയൻസ് ആണെങ്കിൽ സ്റ്റെപ്സ് ഞാൻ ജസ്റ്റ് പറയാം. എന്താണ് ഡിഫറൻസ് വരുന്നത്? നമ്മൾ ആദ്യം ഓം പി is equal to omega p by t and ohm s is equal to omega s by t. സോ ഈ ഇക്വേഷൻ ആണ് നമ്മൾ ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ബൈലിനിയർ ആണെങ്കിലാണ് 2/t tan of omega by t എന്ന് പറയുന്ന ഇക്വേഷൻ യൂസ് ചെയ്യുന്നത്, omega by 2 എന്ന് പറയുന്ന ഇക്വേഷൻ യൂസ് ചെയ്യുന്നത്. അപ്പം ഇവിടെ ഈ ഇക്വേഷൻ വെച്ച് യൂസ് ചെയ്യുക. ബാക്കിയെല്ലാം സെയിം സ്റ്റെപ്സ് ആണ്. n കണ്ടുപിടിക്കുക, പിന്നെന്താണ് മ്യൂ എ ബി വാല്യൂ കണ്ടുപിടിക്കുക, പോൾസ് കണ്ടുപിടിക്കുക, ഡിനോമിനേറ്റർ ദെൻ ന്യൂമറേറ്റർ, എന്നിട്ട് ട്രാൻസ്ഫർമേഷൻ അപ്ലൈ ചെയ്യുക. ട്രാൻസ്ഫർമേഷൻ അപ്ലൈ ചെയ്യണമെങ്കിൽ എഗെയിൻ പാർഷ്യൽ ഫ്രാക്ഷൻ എടുത്ത് വേണം ചെയ്യാനായിട്ട്. സോ അവിടെ കുറച്ചുകൂടി ബുദ്ധിമുട്ട് വരാം. അപ്പം ഈ രണ്ട് മെത്തേഡിൽ ഏതിൽ വേണമെങ്കിലും ചോദിക്കുക. ഏതെങ്കിലും ഒരു മെത്തേഡായിരിക്കും അറ്റ് എ ടൈം ഒരു ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നത്.